Hi children, welcome to LKLS Maths class. ഇന്ന് നമ്മൾ ചെയ്യുന്നത് CBSE Chapter 5 Maths Arithmetic Progression എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. സോ അതിനകത്ത് എക്സസൈസ് 5.1 ഈ സെക്കൻഡാണ് ചെയ്യാൻ പോണേ. റൈറ്റ് ദ ഫസ്റ്റ് ഫോർ ടേംസ് ഓഫ് ദ AP when the first term A and the common difference D are given as follows. കണ്ടോ, ഫസ്റ്റ് ടേം A, ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടേം, ദെൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറൻസ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 ടേംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 4 ടേംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇത് രണ്ടും വെച്ചുകൊണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? A = 10 D = 10. കണ്ടോ, ക്വസ്റ്റ്യൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ A = 10 D = 10. അപ്പോൾ നമുക്ക് ജനറൽ ഫോം വെച്ചിട്ട് ചെയ്യാം. ജനറൽ ഫോം ഓഫ് ആൻ AP എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് A + T A + 2D A + 3D. എന്താണ് ഇത്? ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. അപ്പോൾ നമുക്ക് നോക്കാം. എന്ന് ഇതിലിപ്പോൾ A എടുത്തു. A എന്ന് പറയുന്നത് ഈ 10 എടുത്ത് എഴുതിയിട്ടുണ്ട്. അടുത്തത് ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? A + T. സോ നമ്മളിവിടെ A + T എഴുതി. A എന്ന് പറയുന്നത് 10 ആണ്. D എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. സോ 10 + 10 = what? 20. കണ്ടോ. നെക്സ്റ്റ് A + 2D. A + 2D മീൻസ് എന്താണ്? A + 2 × D എന്നാണ് മീനിങ്. സോ A നമുക്ക് എന്താണ്? 10 ആണ്. ദെൻ പ്ലസ് ഇട്ട് ഈ 2 ഇൻറ്റു ഡിഫറൻസ് എന്താ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്? 10 ആണ്. ഇനി നോക്കിയേ, ഈ 10 എടുത്തെഴുതി. 2 × 10 എത്രയാണ്? 20. സോ വി ഗോട്ട് വാട്ട്? 30. ഇനി A + 3D ഉണ്ടോ. A എന്ന് പറയുന്നത് 10 ആണ്, പ്ലസ് ഈ 3 ഇൻറ്റു ഡിഫറൻസ് അല്ലേ? 3D എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് എത്രയാണ്? 10 അല്ലേ തന്നിരിക്കുന്നത്? കണ്ടോ, ആ 10 എഴുതി. ഇനി എന്താ? ഈ 10 + 3 × 10 എത്രയാണ്? 30. അപ്പോൾ 10 + 30 = 40. അപ്പോൾ നമ്മൾ 4 എണ്ണം ആയല്ലോ. 1 2 3 4. നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? 4 ടേംസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. റൈറ്റ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ AP. സോ വി ഗോട്ട് ഫസ്റ്റ് 4 ടേംസ്. ഇനി നമുക്ക് എന്തെഴുതാം? അതെടുത്ത് എഴുതിയിരിക്കാം. ഹെൻസ് 4 ടേംസ് ഓഫ് AP ഏതൊക്കെയാണ്? 10 20 30 40. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ആൻസർ. എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So second question, കണ്ടോ, A = -2 and D = 0. So general form of an AP എന്താണ്? A + T A + 2D and A + 3D. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയേ, A എന്ന് പറയുന്നത് ഏതാണ്? -2. A മീൻസ് ഫസ്റ്റ് ടേം കേട്ടോ. ഇത് ഡിഫറൻസ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ -2. ഇനി എന്താണ്? A + T. A + T എന്ന് പറയുമ്പോൾ A എന്താണ്? -2 ആണ്. പ്ലസ് D എന്താ തന്നിരിക്കുന്നത്? 0. സോ -2ഉം 0യും കൂടെ ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? -2 തന്നെയായിരിക്കും ആൻസർ കിട്ടുന്നത്. അതാണ് കേട്ടോ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം തരുക -2 തന്നെ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്തായിരുന്നു? ജനറൽ ഫോമിൽ A + 2D ആണ്. ഉണ്ടോ? A + T A + 2D. അപ്പോൾ എയുടെ സ്ഥാനത്ത് -2 എഴുതി, പ്ലസ് ഈ 2 എഴുതി. 2D മീൻസ് എന്താണ്? 2 × D. സോ 2 × D തന്നിട്ടുള്ളത് എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? -2 എഴുതി. 2 × 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 0 തന്നെയാണ്. സോ -2 + 0 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? -2 തന്നെ കിട്ടി. കണ്ടോ? ഇനി അടുത്തത് A + 3D. ഇവിടെ A എന്തെന്നാണ്? -2 ആണ്. പ്ലസ് ഇട്ടു. ദെൻ 3 ഇൻറ്റു ഡിഫറൻസ് തന്നിട്ടുള്ളത് 0 ആണ്. സോ -2 എഴുതി. 3 × 0 0 ആണ്. -2 + 0 എന്ന് പറയുന്നത് എന്താണ്? -2. കണ്ടോ? ഇനി നമുക്ക് ആ 4 ടേംസ് കിട്ടിയല്ലോ. സോ ഹെൻസ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ദ ഗിവൻ AP ആർ എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് കേട്ടോ AP എന്ന് പറയുന്നത്. നമുക്ക് എന്താ കിട്ടിയത്? എല്ലാം ഒരേ നമ്പേഴ്സല്ലേ കിട്ടിയത്. സോ നമുക്ക് ആ 4 നിരത്തി എഴുതിയാൽ മതി. -2, -2, -2, റെസ്പെക്റ്റീവ്ലി. ക്ലിയർ ആയല്ലോ? ആൻസർ സെക്കൻഡ് വൺ. ഓക്കെ, ലെറ്റ് us move on to third one. A = 4 and D = -3. General form of an AP A + T A + 2D and A + 3D and so on. സോ A എന്ന് പറയുന്നാൽ ഫസ്റ്റ് ടേം അല്ലേ? ഡിഫറൻസ് -3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ A നമ്മൾ എടുത്തെഴുതി. ഇനി അടുത്തത് എന്താണ്? ജനറൽ ഫോമിൽ A + T ആണ്. സോ A എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് ഡിഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? -3 ആണ്. ഇവിടെ +4ഉം -3ഉം കൂടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ? 4ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നെക്സ്റ്റ് ജനറൽ ഫോം ഏതാണ്? A + 2D. സോ A + 2 × D ആണ് മീനിങ്. A എന്ന് പറയുന്നത് 4 ആണ്. ദെൻ പ്ലസ് ഇട്ടു. ഈ 2 ഇൻറ്റു ഡിഫറൻസ് എത്ര തന്നിരിക്കുന്നത്? -3. സോ -3. കണ്ടോ? ഇനി 4 എടുത്തെഴുതി.
+2 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ എന്താണ് 2 3s are 6. പക്ഷേ നെഗറ്റീവും പോസിറ്റീവും കിടക്കുന്ന കാരണം ആൻസറിൽ എന്താ വരിക 6 വരും. സോ -6 കണ്ടോ. അപ്പോൾ 4 + -6 എന്ന് പറയുമ്പോൾ എന്താ, ഇത് തമ്മിൽ ഇതിൻ്റെ മുന്നിലും എന്താണ് ഒരു പ്ലസ് ആണുള്ളത്. സോ പ്ലസ്സും ഇതും കൂടി വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം കേട്ടോ. ഡയറക്റ്റായിട്ട് 4 - 6 എന്നങ്ങ് എഴുതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് -2 അല്ലേ. 6ൽ നിന്ന് 4 റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക -2. എന്തുകൊണ്ടാണ് ഇവിടെ -2 വന്നതെന്ന് വെച്ചാൽ ഇത് 2 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ 6 ആണ്. സോ 6ൻ്റെ മുന്നിൽ കിടക്കുന്ന നമ്പറിനായിരിക്കും സിമ്പിളിനായിരിക്കും നമ്മൾ ആൻസറിലും കൊടുക്കുക. സിമ്പിളായിരിക്കും നമ്മൾ ആൻസറിൽ കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ -2 കിട്ടിയത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ആദ്യം ഇത് രണ്ടും കൂടെ 4 + 2 എത്രയാണ് 6, ദെൻ 6 × -3 എന്ന് പറഞ്ഞ് ചെയ്താൽ ഉത്തരം എന്താണ്, തെറ്റാണ്. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ദെൻ ഓൺലി അഡിഷൻ. ഓക്കെ, മുമ്പുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ, ബോർഡ് മാത്സിൻ്റെയൊക്കെ റൂളൊക്കെ വെച്ചിട്ട്. ഇനി നോക്കിയാൽ A+3D അല്ലേ. അപ്പോൾ സോ A ചെയ്തു, A+T ചെയ്തു, A+2D, ദെൻ A+3D. ഇവിടെ എന്താ മീനിങ്, A എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്. സോ ഫസ്റ്റ് ടേം എഴുതി, ദെൻ പ്ലസ് ഇട്ടു, ഈ 3 എഴുതി, ദെൻ ഇൻറ്റു D എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്, -3 ആണ്. സോ നമുക്ക് എന്താണ് 4 ആദ്യം എടുത്തെഴുതി ഈ മൾട്ടിപ്പിൾ ചെയ്യുക. 3 3s are 9. പക്ഷേ എന്ത് 9 വരും, ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, നെഗറ്റീവ് വരും. സോ -9 കണ്ടോ. അപ്പോൾ ഇതും സബ്ട്രാക്റ്റ് അല്ലേ ചെയ്യേണ്ടത്, ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. അപ്പോൾ നമുക്കിത് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 9ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 5 ആണ്. ബട്ട് ഇവിടെ നമുക്ക് എന്താ ആൻസർ ചെയ്തിരിക്കുന്നത്, -5 ആണ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് 9ൻ്റെ മുന്നിൽ ആരാ കിടക്കുന്നത്, നെഗറ്റീവാണ് അല്ലേ. ഗ്രേറ്റസ്റ്റ് നമ്പർ 9 ആണ്. 9ൻ്റെ മുന്നിൽ കിടക്കുന്ന സിമ്പിൾ അതായിരിക്കും ആൻസറിൽ വരിക. അപ്പോൾ നമുക്കിത് കിട്ടി. ഇപ്പോൾ നോക്കിയേ 4 എണ്ണം നമുക്ക് കിട്ടിയല്ലോ, 4 1 -2 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് എടുത്തെഴുതാം. ഹെൻസ് 4 ഫസ്റ്റ് ടേംസ് ഓഫ് ദ ഗിവൻ AP മീൻസ് വാട്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആർ 4 1 -2 -5. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയില്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. സി 4th 1 എന്ന് പറയുന്നത് A = -1 D = 1/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിൽ നമ്മൾ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. കണ്ടോ, ഇവിടെയും എന്താണ് ജനറൽ ഫോം ഓഫ് ആൻ AP A+T A+2D A+3D. ഇവിടെ എന്ത് കൊടുക്കാം നമുക്ക്, A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണല്ലോ. സോ ഫസ്റ്റ് ടേം നമ്മൾ -1 എടുത്ത് എഴുതി. ഇനി അടുത്ത എന്താ A+T. ഇവിടെ A+T വരുമ്പോൾ നല്ലപോലെ കെയർഫുള്ളായിട്ട് ചെയ്യുക. സി A എന്ന് പറയുന്നത് -1 ആണ്, പ്ലസ് ഇവിടെ എന്താണ് നമുക്കൊരു ഫ്രാക്ഷനായിട്ടാണ് വന്നേക്കുന്നത് 1/2 അല്ലേ. സോ ഇവിടെ ചെയ്യുമ്പോൾ പ്രത്യേകം ഞാനിത് എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു തരാം കേട്ടോ. അതായത് നിങ്ങളുടെ ക്രോസ് ചെയ്താൽ മതി. കണ്ടോ, -1 × 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, -2 + 1/2. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, ഇത് -2ഉം 1ഉം ആണ്. നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കും. സോ ഇത് സബ്ട്രാക്ട് ചെയ്യും. 2ന്ന് 1 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 1 കിട്ടി. എന്നിട്ട് ഗ്രേറ്റർ നമ്പർ ആയിട്ടുള്ള 2ൻ്റെ മുന്നിൽ കിടക്കുന്ന സൈൻ ഇവിടെ കൊടുത്തു. സോ വി ഗോട്ട് വാട്ട് 1/2. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നോക്കിയാൽ അടുത്തത് A+2D എന്നാണ്. സോ A എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്, -1 ആണ്. സോ -1 + 2 ഇൻറ്റു ഏതാ 2 ഈ 2 ഇൻറ്റു ഡിഫറൻസ് വന്നിട്ടുണ്ട് 1/2 ആണ്. സോ അത് കൊടുത്തു. ഇനി നോക്കിയേ, -1 പ്ലസ് ഇവിടെ 1 × 2 2/2. കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിതിനെ ക്രോസ് ചെയ്യാം. കണ്ടോ, നെഗറ്റീവ് ഇങ്ങനെ ഇട്ട് നമുക്ക് ഒരിക്കലും ഇത് രണ്ടും കൂടി ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ക്രോസ് ചെയ്യണം. അതായത് LCM ഒക്കെ കണ്ടുപിടിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ ഇതൊന്ന് എളുപ്പത്തിൽ പറഞ്ഞു തരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് -1 × 2 എന്ത് കിട്ടി, -2 + 2/2. കണ്ടോ. സോ -2 + 2/2 = എന്ത് കിട്ടി, -2ഉം +2ഉം അത് എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. സോ വി ഗോട്ട് 0/2. ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും, നമുക്ക് 0 തന്നെ കിട്ടും. ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതല്ല, അതിൻ്റെ A+3D. A+3D എന്ന് പറയുമ്പോൾ എന്താണ്, A എന്ന് പറയുന്നത് -1 ആണ്, പ്ലസ് ഈ 3 ഇൻറ്റു D തന്നിട്ടുള്ളത് ഹാഫ് ആണ്. അപ്പോൾ നമുക്ക് എടുത്തെഴുതാം -1 + 1 × 3 3/2. ഇനി ഇവിടെ വരുമ്പോൾ എന്താ നമുക്ക് ചെയ്തത്, നേരത്തെ പോലെ തന്നെ ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. കണ്ടോ. സോ 1 × -2 -2 + 3/2. നേരെ വരച്ചിട്ടുള്ളത് -2 + 3/2. ഇനിയോ ഇവിടെ -2ഉം ഇവിടെ +3ഉം ആണ്. സോ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1/2 കിട്ടി. കണ്ടോ, ഇവിടെ 3യുടെ മുന്നിൽ പോസിറ്റീവാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വെറും 1/2 കിട്ടിയത്. പക്ഷേ ഇവിടെ എവിടെയാണ് നമ്മൾ നെഗറ്റീവ് ഒക്കെ ഇട്ടൊക്കെ ചെയ്തല്ലോ.
കണ്ടോ ഇവിടെ എന്ന് വെച്ചാൽ ഗ്രേറ്റർ നമ്പർ 2 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ആൻസറിന്. പക്ഷേ ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ 3 ആണ്. അതിൻ്റെ മുന്നിൽ പോസിറ്റീവ് ആയതുകൊണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് എഴുതാം അല്ലേ. ഹെൻസ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ഗിവൻ എ പി ആർ. എ പി മീൻസ് വാട്ട്? അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആർ. എന്തൊക്കെയാണ് കിട്ടിയ? -1, -1/2, 0, 1/2. ഏതാ അത്? ആദ്യത്തെ ടേമിൽ കിട്ടിയത് ഏത്? -1, ദെൻ -1/2, പിന്നെ കിട്ടിയത് എന്താണ്? 0, പിന്നെ -1/2. ക്ലിയർ ആയില്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഇനി അടുത്ത ഒരെണ്ണം കൂടി കിടക്കാം കേട്ടോ. 5th വൺ. A = -1.25, D = -0.25. So general form of an AP, A plus T, A plus 2D and A plus 3D. Clear? Then A എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടേം അതെടുത്ത് എഴുതുക. Then A plus T എന്ന് പറയുമ്പോൾ എന്താണ്? -1.25 പ്ലസ് നെഗറ്റീവ് ഡിഫറൻസ് എന്താ തന്നിരിക്കുന്നത്? 0.25. നമ്മൾ ഇത് രണ്ടും കൂടെ രണ്ടിൻ്റെയും മുന്നിൽ ആരാ ഉള്ളത്? നെഗറ്റീവാണുള്ളത്. സോ ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ? അതെ, 1.25ഉം 0.25ഉം കൂടി ഇങ്ങനെ എഴുതുക. 5 + 5 0, ദെൻ 2 + 2 4 + 1 5. കണ്ടോ? പിന്നെ ഇവിടുത്തെ ഈവൺ. സോ രണ്ടിടത്തും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ആൻസറിലും എന്ത് തന്നെ വരും? നെഗറ്റീവ് ആവും കേട്ടോ. സോ = -1.50. ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് കൊടുക്കാം? A + 2D കൊടുക്കാം. സോ A എന്ന് പറയുന്നത് 1.25 പ്ലസ് ഈ 2 ഇൻറ്റു ഡി എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 0.25 - 0.25. സോ അത് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യുക? അതെ, -1.25നെ എടുത്തെഴുതുക. ദെൻ 2 ഇൻറ്റു 0.25 മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ എടുത്തെഴുതുക. അപ്പോൾ നമുക്ക് ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് വരും. ഞാനത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ 0.25 ഇൻറ്റു 2 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 5s are 10, ബാലൻസ് 1, 2 2s are 4 + 1 5, ദെൻ ഈ 0. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടിയത് 50 കിട്ടി. അതിൻ്റെ മുന്നിൽ ഇവിടെ 2 പോയിൻ്റ് അല്ലേ? 1 2, അതുപോലെ 1 2, ഇതേ മുമ്പിൽ പോയിൻറ്റ്. സോ വി ഗോട്ട് വാട്ട്? -0.50. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. അത് രണ്ടും കൂടി എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക? കണ്ടോ? -1.25 പ്ലസ് -0 0.50 ആണ്. ഇത് സബ്ട്രാക്ട് ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക. അതെങ്ങനെ എഴുതണം? എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ 5 വരും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? 1 ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് 12 ആയി. സോ 5 12 ആവാൻ എത്രയാണ്? 7 വരും. സോറി കേട്ടോ, അവിടെ എന്താണ് നമ്മൾ പ്ലസ് ആണ് കേട്ടോ ചെയ്യുന്നത്. തെറ്റായിപ്പോയി പറഞ്ഞാൽ സോറി. സോ എന്താ -1.25ഉം -0.50യും കൂടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആഡാണ് ചെയ്യുക. സോ ഇവിടെ 5 + 2 എത്രയാണ്? 7, ദെൻ ഈവൺ. സോ നമുക്ക് എന്താ കിട്ടിയത്? -1.75 കിട്ടി. കണ്ടോ? -1.75. ഇനി എന്താ? A + 3D. A + 3D ചെയ്യുമ്പോൾ ഇതുപോലെ A എടുത്തെഴുതുക. -1.25 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന A. പിന്നെ എന്തെഴുതി? പ്ലസ് എഴുതി. ഈ 3 ഇൻറ്റു D ഡിഫറൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എത്രയാണ്? -0.25. സോ നമ്മളിത് ആദ്യം എടുത്തെഴുതുക. പ്ലസ് ഇട്ടു. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും സാധാരണ പോലെ നോർമൽ പോലെ നിങ്ങൾ എന്താ ഇൻറ്റു ചെയ്താൽ മതി. എന്നിട്ട് 2 പോയിൻ്റ് കടന്ന് ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി ആൻസറിൽ. കണ്ടോ? ഇങ്ങനെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. സോ വി ഗോട്ട് വാട്ട്? ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? -0.75 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. കണ്ടോ? രണ്ടിടത്ത് നെഗറ്റീവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1.25 പ്ലസ് -0.75. കണ്ടോ? 5ഉം 5ഉം 10, ബാലൻസ് 1. ഇവിടെ എന്ത് കിട്ടി? 3 + 7 10, ദെൻ 1 ഇവിടെ ഇട്ടു. 1ഉം 1ഉം എത്ര? 2. സോ -2.00 കിട്ടി. അപ്പോൾ നമുക്ക് 4 എണ്ണം കിട്ടിയില്ലേ ഇപ്പോൾ? കണ്ടോ? ഫസ്റ്റ് ഏതാണ്? A എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ഇതാണ്. ദെൻ സെക്കൻഡ് ടേം ഇതാണ്. തേർഡ്, ദെൻ ഫോർത്ത്. കണ്ടോ? അപ്പോൾ ആ എല്ലാം കൂടി ഹെൻസ് ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ഗിവൻ APR എന്ന് പറഞ്ഞിട്ട് -1.25, -1.50, -1.75 ആൻഡ് -2. ഇതായിരുന്നു നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? സോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കാണുക. അതിനകത്ത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.